ബഹുമാന്യരെ, ഇന്ത്യ ജനശക്തി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം അയക്കുന്നത്. ഇന്ത്യ ജനശക്തി പാർട്ടി IJP സംസ്ഥാന വ്യാപകമായി നടത്താൻ പോകുന്ന നീതി സമരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനും അതിനെ തുടർന്ന് കേരളത്തിലെ ആദ്യ സംസ്ഥാന സമ്മേളനം അതിഗംഭീരമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇന്ത്യ ജനശക്തി പാർട്ടി ഇന്ത്യയിലെ 14ഓളം സംസ്ഥാനങ്ങളിൽ അതിശക്തമായ രീതിയിൽ നീതി നിഷേധങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് നേടി അധികാരത്തിൽ വരികയും അവരൊക്കെ വീണ്ടും അത്തരക്കാരെ ഒത്തുചേർന്നുകൊണ്ട്, രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്നുകൊണ്ട് പാവപ്പെട്ട ആളുകളെ, നിർധനരായിട്ടുള്ള ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെയും ആളുകളെയും ഒക്കെ പൊതുസമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിലവിലുള്ളത്. അങ്ങനെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വഞ്ചനയ്ക്കെതിരെ ഇന്ത്യ ജനശക്തി പാർട്ടി ശക്തമായ രീതിയിൽ പ്രധാനപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദൈനംദിനം കയറിയിറങ്ങുന്ന പ്രധാനപ്പെട്ട ഓഫീസുകളുടെ മുന്നിൽ നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ട സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സമരം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്നവർ ഇന്ന് അരിയും പലവ്യഞ്ജനം അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും, അതുപോലെ തന്നെ ഗ്യാസ്, പിന്നെ റേഷൻ സാധനങ്ങൾ എന്നിവയുടെ എല്ലാം വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു താങ്ങായി തണലായി മാറുന്ന ഒരു സംവിധാനമായ സബ്സിഡി സമ്പ്രദായം, അതെല്ലാം നിർത്തലാക്കിക്കൊണ്ടുള്ള സംവിധാനത്തിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കടന്നു പോകുന്നത്. ഇവിടെ അത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒരു ചെറുവിരൽ പോലും അനക്കാതെ പരസ്പരം പഴിചാരി തമ്മിലടിച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വാക്പയറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പോരാട്ട രംഗത്തേക്ക് ഇന്ത്യ ജനശക്തി പാർട്ടി കടന്നു വരികയാണ്. അതിന് നിങ്ങളുടെ അവരുടെയും അനുഗ്രഹവും അവരുടെയും പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ ജനശക്തി പാർട്ടി സംസ്ഥാന വ്യാപകമായി പല സമര പോരാട്ടങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തില്ലായിരുന്നു. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 43ഓളം മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള ഒരു വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പാർട്ടി ദേശീയ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സാധാരണക്കാരുടെ കണ്ണീരൊക്കുന്നതിന് വേണ്ടി, സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസം, ഈ വരുന്ന ആഗസ്റ്റ് മാസം 8-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ, ആ സംസ്ഥാന സമ്മേളനത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നീതി നിഷേധങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ, കോളനികളിൽ താമസിക്കുന്നവർ, പുറമ്പോക്കുകളിൽ താമസിക്കുന്നവർ, വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, ചികിത്സാ സഹായം ലഭിക്കാത്തവർ, അതുപോലെ തന്നെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഗവൺമെൻറ്റും, അതുപോലെ തന്നെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് വന്ന ഭരണകൂടവും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവരെല്ലാം ഇവരുടെ ഗ്യാരണ്ടിയും ഇവരുടെ എല്ലാ വാഗ്ദാനങ്ങളും പത്രദൃശ്യ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്ത്യ ജനശക്തി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഇതൊന്നുമല്ല. സാധാരണക്കാർക്ക് വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, ഭൂമിയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ ചികിത്സാ സഹായം ലഭിക്കാത്തവർ, വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്തവർ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തവർ, വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിവൃത്തിയില്ലാത്തവർ എന്നിവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷയും നീതിയും നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ജനശക്തി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇന്നലെ വരെയുള്ള രാഷ്ട്രീയ കള്ളത്തരങ്ങളിൽ, രാഷ്ട്രീയക്കാരുടെ തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ വീണു പോകാതെ
സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ജനശക്തി പാർട്ടിയിൽ അണിചേരാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്ത്യ ജനശക്തി പാർട്ടിയുമായി നിങ്ങൾ അണിനിരക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഭാഗമായി വരുന്ന ഈ ഫോൺ നമ്പറിലോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യ ജനശക്തി പാർട്ടിയുടെ ഓഫീസിലോ നിങ്ങൾ വന്ന് നിങ്ങളുടെ വിഷമതകൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ വേദനകൾ, പ്രയാസങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ അതിന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇന്ത്യ ജനശക്തി പാർട്ടിയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തി സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്നും ആഗസ്റ്റ് 8-ാം തീയതി നടക്കുന്ന ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളിത്തം വഹിക്കണമെന്നും നിങ്ങളുടെ കടമ നിർവഹിക്കണമെന്നും ആ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഈ വിപുലമായിട്ടുള്ള പരിപാടികളിൽ നിങ്ങളുടെ സാന്നിധ്യവും സഹായ സഹകരണവും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പേര് മുണ്ടേല പ്രസാദ്. ഞാൻ ഇന്ത്യ ജനശക്തി പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റാണ്. നന്ദി, നമസ്കാരം.